നമസ്കാരം. കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും തങ്ങളുടെ ഭരണ കാലയളവിൽ കൈവരിച്ച നേട്ടങ്ങളും ഭാവിയിൽ പ്രാവർത്തികമാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങളും കേരള വിഷൻ ന്യൂസിന്റെ പ്രത്യേക പരിപാടിയായ എന്റെ പഞ്ചായത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം അതിഥികളായി ചേരുന്നത് ആലപ്പുഴ ജില്ലയിലെ പട്ടണക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ TS, വയനാട് ജില്ലയിലെ പുൽപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് TS ദിലീപ് കുമാർ എന്നിവരാണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. ഇന്ന് എന്റെ പഞ്ചായത്ത് ആദ്യം പോകുന്നത് ആലപ്പുഴ ജില്ലയിലെ പട്ടണക്കാട് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ്. പ്രസിഡന്റ് ജാസ്മിൻ TS ഉണ്ട്. നമസ്കാരം ശ്രീമതി ജാസ്മിൻ. നമസ്കാരം. പട്ടണക്കാട് പഞ്ചായത്ത് കടലും കായലും ചുറ്റപ്പെട്ടാലുള്ള ഒരു പ്രദേശമാണ്, തീരദേശ മേഖലയാണ്. നിരവധി മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കുന്നത്? മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി നമ്മൾ നിലവിൽ നടത്തിയിട്ടുള്ള പ്രോജക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മഴവെള്ള സംഭരണി നൽകുക, മത്സ്യത്തൊഴിലാളി മക്കളുടെ പഠനോപകരണം, അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന കുട്ടികൾക്കുള്ള ലാപ്ടോപ്പ്, മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ചെറിയ വള്ളങ്ങൾക്കുള്ള വലകൾ, നിരവധി പ്രോജക്റ്റുകൾ അവർക്ക് വേണ്ടി തന്നെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ അവർക്ക് കടലാക്രമണം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കടൽ ഭിത്തിയോട് ചേർന്ന് മണൽത്തിട്ടകൾ നിർമ്മിച്ച് സുരക്ഷിതമായ സാഹചര്യം ഒരുക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, ഞങ്ങൾക്ക് അന്തകാനഴി ബീച്ച് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അന്തകാനഴി ബീച്ച് അവിടുത്തെ പൊഴിമുരുക്കൽ സംബന്ധമായിട്ടുള്ള ഒരു വലിയ വിഷയമാണ്. പട്ടണക്കാട് ഗ്രാമപഞ്ചായത്ത് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അത് നിരവധി തവണ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ സ്ഥല MLA-യും കൃഷി വകുപ്പ് മന്ത്രിയും ഉൾപ്പെടെ ആ സ്ഥലം സന്ദർശിച്ച് അതിനൊരു ശാശ്വത പരിഹാരം കിട്ടിയാൽ മാത്രമേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പട്ടണക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ കടലോര മേഖലയും അതേപോലെ തന്നെ കിഴക്കൻ മേഖലയും വെള്ളക്കെട്ടിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ. എങ്കിൽ പോലും മത്സ്യത്തൊഴിലാളി മേഖലയിലേക്ക് ഇപ്പോൾ നമ്മൾ പുതിയൊരു സ്ഥാപനം കൂടി നമ്മൾ ഉടനെ തന്നെ പണി ആരംഭിക്കുകയാണ്. പുതിയൊരു ഫിഷറീസ് ഓഫീസിന് ഉള്ള തറക്കല്ലിടലിന്റെ ഭാഗമായിട്ട് നമ്മൾ അതിന്റെ പണിപ്പുരയിലാണ് നിലവിൽ. തീർച്ചയായിട്ടും മത്സ്യത്തൊഴിലാളികൾക്ക് നിരവധി വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. പട്ടണക്കാട് പഞ്ചായത്ത് കടലും കായലും ചുറ്റപ്പെട്ടാലുള്ള ഒരു പ്രദേശം കൂടി ആയതുകൊണ്ട് തന്നെ ടൂറിസം സാധ്യതയ്ക്ക് വളരെ ഏറെ സാധ്യതയുള്ള ഒരു പ്രദേശമായിരിക്കുമല്ലോ. എങ്ങനെയാണ് ടൂറിസം സാധ്യതകളൊക്കെ പ്രയോജനപ്പെടുത്തുന്നത്? ടൂറിസ്റ്റ് സാധ്യത പ്രയോജനപ്പെടുത്തുന്ന രണ്ട് രീതിയിലാണ്. ഒന്ന്, നമ്മുടെ ബീച്ച് തന്നെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ, ഏറ്റവും കൂടുതൽ ആളുകൾ വന്നു ചേരുന്ന ഒരു ബീച്ചാണ് ആലപ്പുഴ ബീച്ച്. കഴിഞ്ഞാൽ പിന്നീട് എത്തുന്നത് അന്തകാനഴി ബീച്ചിലേക്കാണ്. അവിടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പല പോരായ്മ കാരണം ഇറിഗേഷന്റെ സ്ഥലവും DTPCയുടെ ബിൽഡിങ്ങുമാണ് അവിടെ ഉള്ളത്. നിരവധി തവണ പഞ്ചായത്ത് ആവശ്യപ്പെട്ടതാണ് അത് പഞ്ചായത്തിലേക്ക് വിട്ടുതരാൻ വേണ്ടി. എങ്കിൽ പോലും അവിടെ മറ്റ് സാഹചര്യങ്ങൾ ഒരുക്കുന്നതിൽ പഞ്ചായത്ത് ഒരുപടി മുന്നിലാണ്. അതുപോലെ തന്നെ നമ്മുടെ കായൽ യാത്ര, അതായത് ചേർത്തല ടൗണും അന്തകാനഴി ബീച്ചുമായിട്ട് ബന്ധിപ്പിക്കുന്ന പൊന്നാമ്പള്ളി പറപ്പള്ളി തോടിന്റെ ശുചീകരണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ നിരവധി പ്രോജക്റ്റുകൾ എടുത്തുകൊണ്ട് നിലവിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു കായൽ ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വഞ്ചിയും മറ്റ് ചെറിയ വള്ളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ പുറത്തു നിന്നുള്ള ആളുകളെ ആകർഷിപ്പിക്കുന്ന രീതിയിലേക്കുള്ള പ്രോജക്റ്റാണ് നമ്മൾ നിലവിൽ ഏറ്റെടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ടത് മാലിന്യ സംസ്കരണമാണ്. എങ്ങനെയാണ് മാലിന്യ സംസ്കരണം പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത്? ഹരിതകർമ്മ സേനാംഗങ്ങളെ ഉപയോഗിച്ച്, അതുപോലെ തന്നെ എല്ലാ വീടുകളിലും തളിര് പദ്ധതിയൊക്കെ നടപ്പിലാക്കുന്നുണ്ട്. എന്താണ് ഈ തളിര് പദ്ധതി? അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ഈ തളിര് പദ്ധതി എടുക്കുന്നതിന് മുൻപ് തന്നെ മാലിന്യ സംസ്കരണത്തെ കുറിച്ച് രണ്ടു വാക്ക് പറയാതെ മുന്നിലേക്ക് പോകുന്നത് അത് ശരിയല്ല. കാരണം നമ്മൾ കേരള സർക്കാരിന്റെ മാലിന്യമുക്ത പ്രോജക്റ്റുമായിട്ട് നമ്മൾ മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ 42 ഹരിതകർമ്മ സേനാംഗങ്ങളാണുള്ളത്. 42 ഹരിതകർമ്മ സേനാംഗങ്ങൾ 19 വാർഡുകളുമാണ്. 19 വാർഡുകളിലേക്കും 2 പേരെ വീതം വിന്യസിപ്പിച്ചുകൊണ്ട് എല്ലാ വീടുകളിൽ നിന്നും കൃത്യമായിട്ട് 100% യൂസർ ഫീയോട് കൂടി തന്നെയാണ് നമ്മൾ പ്ലാസ്റ്റിക്കുകൾ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ കൃത്യമായിട്ട് അത്
സെഗ്രിഗേറ്റ് ചെയ്ത് നമ്മൾ തരംതിരിച്ച് കയറ്റിവിടുന്നു. അതുപോലെ തന്നെ ആ ഒരു സംസ്കാരത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ പറ്റിയതുപോലെ തന്നെ അവരുടെ വീടുകളിലേക്ക് നമ്മൾ ബയോബിനുകൾ എത്തിച്ചു കൊടുത്ത് ആ ബയോബിനിൽ ഉണ്ടാകുന്ന പിന്നെ ജൈവവളം എങ്ങനെ ഉപയോഗിക്കണമെന്ന് അവർക്ക് ഒരു ആശയം നൽകുന്നതിന് വേണ്ടിയാണ് ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും വലിയ ബൃഹത്തായിട്ടുള്ള പദ്ധതിയാണ് തളിര്. തളിരെന്ന് പറയുമ്പോഴത്തേക്കും 25 പച്ചക്കറി തൈകൾ 5 25 തൈകൾ എല്ലാ വീടുകളിലും പട്ടണക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ മുഴുവൻ വീടുകളിലേക്കും APL BPL വ്യത്യാസമില്ലാതെ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും മാലിന്യ സംസ്കരണത്തിന്റെ മറ്റൊരു ചരിത്രത്തിന്റെ ഭാഗമായി തീരുമ്പോൾ അവർ പ്ലാസ്റ്റിക് മാത്രമല്ല അവരുടെ വീട്ടിൽ വരുന്ന ജൈവ മാലിന്യം അത് കമ്പോസ്റ്റ് വളമാക്കി അത് ഉപയോഗിച്ചുകൊണ്ട് പുതിയൊരു തലമുറയ്ക്ക് ഒരു മാതൃകയാകുക എന്നുള്ളതാണ് തളിരെന്ന പദ്ധതി കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. അത് ഒരു പരിധിവരെ നമ്മൾ അത് സക്സസ് ആണ്. കാരണം എല്ലാ വീടുകളിലും ഒരു അടുക്കളത്തോട്ടം നിർമ്മിക്കുവാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതിനോടനുബന്ധിച്ച് തന്നെ നമ്മൾ എല്ലാ വീടുകളിലേക്കും പ്ലാസ്റ്റിക് ബാഗ് നമ്മൾ ഉപയോഗിക്കരുതെന്ന് പറയുമ്പോൾ പോലും അവർക്കൊരു റെമഡി നമ്മൾ കൊടുക്കാറില്ല. എന്നാൽ നമ്മൾ അവിടെയും വലിയൊരു പ്രോജക്റ്റ് ഏറ്റെടുത്തു. തുണിസഞ്ചികൾ എല്ലാ വീടുകളിലേക്കും എത്തിച്ച് APL BPL വ്യത്യാസമില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വീടുകളിലേക്ക് തുണിസഞ്ചി നൽകി. 200ഓളം പൊതു സ്ഥലങ്ങളിൽ 240 ലിറ്ററിന്റെ ബിന്നുകൾ സ്ഥാപിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഘടക സ്ഥാപനങ്ങളിൽ ബിന്നുകൾ സ്ഥാപിച്ചു. എല്ലാ വാർഡുകളിലും 2 മിനി MCF-ഉം ഓരോ ട്രോളിയും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ ഹരിതകർമ്മ സേനയ്ക്ക് വേണ്ടി മറ്റൊരു അഡീഷണൽ ഇൻകം കൂടി അവർക്ക് ആവശ്യമാണെന്ന് കണ്ടതുകൊണ്ട് തന്നെ അവർ പ്ലാസ്റ്റിക് ക്യാരി ബാഗ് ഉപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ പേപ്പർ ബാഗ് നിർമ്മാണത്തിലേക്ക് അവരെ കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടി പേപ്പർ ബാഗ് യൂണിറ്റിന്റെ ഒരു മിഷൻ, അതായത് ഏകദേശം 12 ലക്ഷത്തോളം രൂപ വില വരുന്ന മിഷൻ അവർക്ക് വേണ്ടി പർച്ചേസ് ചെയ്ത് അവരെ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഗ്രാമത്തിലുള്ള എല്ലാ ഷോപ്പുകളിലേക്കും ആ ക്യാരി ബാഗുകൾ എത്തിച്ചുകൊണ്ട് ആ ഒരു സംസ്കാരത്തിലേക്ക് തന്നെ ജനങ്ങളെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. ഒരു പരിധിവരെ നമ്മൾ അതിനകത്ത് വലിയൊരു വിജയം കൈവരിച്ച് മുന്നിലേക്ക് പോകുന്നു. ും ആരോഗ്യരംഗത്തടക്കം മാതൃകാപരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഡയാലിസിസ് രോഗികൾക്ക് ധനസഹായം അടക്കം നൽകുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. തീർച്ചയായിട്ടും ആരോഗ്യ മേഖലയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും സാധാരണ നമ്മുടെ സബ് സെന്ററുകളിലേക്കുള്ള അല്ലെങ്കിൽ നമ്മുടെ കീഴിലുള്ള PHCയിലേക്ക് മരുന്നിനുള്ള പൈസ വകയിരുത്തുമെങ്കിൽ പോലും നമ്മുടെ പഞ്ചായത്തിൽ തനതായിട്ട് നമ്മുടെ വാർഡുകളിലുള്ള ഡയാലിസിസ് പേഷ്യൻസ് ഒരുപാട് ബുദ്ധിമുട്ടുന്നതായിട്ട് നമുക്കറിയാം. എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലിലും എല്ലാ രോഗികൾക്കും ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവർ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ചെന്ന് ഡയാലിസിസ് ചെയ്താലും അവരുടെ അക്കൗണ്ടിലേക്ക് 4000 രൂപ എന്ന രീതിയിൽ അവരിലേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ ആ പ്രോജക്റ്റ് നടപ്പിലാക്കി വളരെ ഭംഗിയായിട്ട് അത് നിർവഹിച്ചു പോവുകയാണ്. തീർച്ചയായിട്ടും ആരോഗ്യരംഗത്ത് നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കുമായിട്ടുള്ള നിരവധി വികസന പ്രവർത്തനങ്ങളാണ് പട്ടണക്കാട് പഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. വയോജനങ്ങൾക്ക് പകൽവീട് സൗകര്യം അടക്കം ഒരുക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. പകൽ വീടിനെ സംബന്ധിച്ച് പറയുവാനാണെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ തന്നെ ഏറ്റവും മനോഹരമായിട്ട് നടത്തിക്കൊണ്ടുവന്ന ഒരു പകൽ വീടാണ്. 27 അച്ഛനും അമ്മമാരുമായിട്ട് നമുക്ക് ആ പകൽ വീട്ടിലുണ്ട്. അവര് രാവിലെ നമ്മുടെ പഞ്ചായത്തിന്റെ വാഹനം പോയി അവരുടെ വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയൂണ്, വൈകിട്ടുള്ള ഭക്ഷണം ഉൾപ്പെടെ നമ്മൾ കൊടുത്ത് എല്ലാ സൗകര്യവും അവിടെ ഒരുക്കി കൊടുത്തുകൊണ്ട് അവർക്ക് റെസ്റ്റ് എടുക്കുവാനും അവർക്ക് അവിടെ എല്ലാ സൗകര്യവും അവർക്ക് നമ്മൾ ഒരുക്കി കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ പകൽ വീട് സജ്ജമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ വയോജനങ്ങൾക്കായി നിരവധി പ്രോജക്റ്റുകൾ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. വയോജനങ്ങൾക്ക് കട്ടില്, മറ്റ് അവരുടെ വയോജനങ്ങൾക്കുള്ള യാത്ര, അവരെ കാണാത്ത പല സ്ഥലങ്ങളും അവരെ കൊണ്ട് കാണിച്ച് അവരുടെ ജീവിതം ഏറ്റവും സുസ്ഥിരമാക്കിക്കൊണ്ട് ഏറ്റവും സന്തോഷപ്രദമാക്കിക്കൊണ്ട് മുന്നിലേക്ക് കൊണ്ടുപോകുന്നതാണ് നമ്മുടെ പഞ്ചായത്തിന്റെ ഏറ്റവും. അതുപോലെ തന്നെയാണ് നമ്മൾ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ അതിനോട് ചേർത്ത് പറയേണ്ടതാണ്. കാരണം പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എമൗണ്ട് നമ്മൾ മാറ്റിവെക്കുന്നതാണ്. കാരണം നമ്മൾ ഒരു ക്യാപ്ഷൻ എടുത്തുകൊണ്ടാണ് മുന്നിലേക്ക് പോകുന്നത്. വി ആർ വിത്ത് യു, ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് എന്നുള്ള ഒരു ക്യാപ്ഷനിലൂടെ എല്ലാ വീടുകളിലെയും, അതായത് പാലിയേറ്റീവ് ആയിട്ടുള്ള എല്ലാ രോഗികളിലേക്കും നമ്മുടെ ഡോക്ടേഴ്സ് ഉൾപ്പെടെ നമ്മൾ അവിടെ എത്തിക്കുകയാണ്. അവർക്ക് ആയുർവേദമാവട്ടെ, ഹോമിയോ ആകട്ടെ, അലോപ്പതി ആകട്ടെ, ആ ഡോക്ടേഴ്സിന് ഉൾപ്പെടെ ഒരു നേഴ്സിന്റെ ഫുൾ ടൈം ഉള്ള ഒരു സംവിധാനം അവരുടെ വീടുകളിൽ എത്തിച്ച് നമ്മൾ നൽകുന്നു എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ബൃഹത്തായിട്ടുള്ള ഒരു പദ്ധതിയാണ്.
ഭിന്നശേഷിക്കാരുടെ എന്ന് പറയുമ്പോഴത്തേക്കും ഭിന്നശേഷിക്കാർക്ക് നമുക്കറിയാം നിരവധി സ്റ്റാറ്റ്യൂട്ടറി പ്രോജക്ട്സുകളുണ്ട്. പക്ഷെ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് യാത്രാപഥ എല്ലാ പഞ്ചായത്തുകളിലും വെക്കുന്ന, പക്ഷെ ഇവിടെ ഞങ്ങൾ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഏജ് ലിമിറ്റ് ഇല്ലാതെ വീടുകളിൽ മാനസിക രോഗ വെല്ലുവിളി നേരിടുന്നവരെ നോക്കുന്നവരെ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ഒരു ബസ് സൗകര്യം നൽകിക്കൊണ്ടാണ് തീർച്ചയായിട്ടും പട്ടണക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും എടുത്തു പറയേണ്ടത് വിവിധ വ്യത്യസ്തമായിട്ടുള്ള സാംസ്കാരിക ഉത്സവങ്ങളൊക്കെ സംഘടിപ്പിക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. ബീച്ച് ഫെസ്റ്റിവൽ അടക്കം സംഘടിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ ആവിഷ്കരിച്ചിരിക്കുന്നത്? നമുക്ക് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ നിന്നുപോയ ഒരു സംവിധാനമായിരുന്നു ബീച്ച് ഫെസ്റ്റ്. പക്ഷെ ഇവിടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒരു നാട് ഒരുമിച്ചപ്പോൾ ഒരു ഗ്രാമം മുഴുവനായിട്ട് നമ്മുടെ കൂടെ ചേർന്ന് നമ്മൾ ആ ബീച്ച് ഫെസ്റ്റ് വളരെ മനോഹരമാക്കി നടത്താൻ സാധിച്ചു. കാരണം ഏകദേശം 2500 പേരോളം അണിനിരുന്ന ഒരു ഘോഷയാത്രയോട് കൂടിയാണ് നമ്മളത് ആരംഭിച്ചത്. അതുപോലെ തന്നെ ബീച്ച് ഫെസ്റ്റിനോടനുബന്ധിച്ച് നമ്മൾ നിരവധി പ്രോഗ്രാമുകൾ നടത്തി. യുവജനങ്ങളുടെയും കുട്ടികളുടെയും ഒരുപാട് കലാപരിപാടികളും നമ്മുടെ നാട്ടിലുള്ള കലാകാരന്മാരുടെ പരിപാടികൾ ഉൾപ്പെടെ നമുക്ക് നടത്താൻ സാധിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പട്ടണക്കാട് ഗ്രാമപഞ്ചായത്ത് ഒരു കാർഷിക മേഖല കൂടിയാണ്. ക്ഷീര കർഷകരൊക്കെ ഒരുപാട് താമസിക്കുന്ന ഒരു മേഖല കൂടിയാണ്. കാർഷിക രംഗത്തെ ഏതൊക്കെ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നത്? നമുക്ക് നമ്മുടെ ഗ്രാമപഞ്ചായത്തില് 5 പാടശേഖരങ്ങളാണുള്ളത്. 5 പാടശേഖരങ്ങളില് 259 ഹെക്ടർ ഭൂമിയുള്ള പാടശേഖരങ്ങളാണ്. അത് 3 പാടശേഖരത്ത് വളരെ മനോഹരമായിട്ട് കൃഷി നടപ്പിലാക്കുന്നു. ഈ സാമ്പത്തിക വർഷത്തിൽ എല്ലാ പാടശേഖരങ്ങളും കൃഷി ചെയ്യാമെന്നുള്ളതാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ അവർക്ക് കൂലിച്ചെലവും സബ്സിഡിയും എല്ലാം നമ്മൾ നൽകിക്കൊണ്ടാണ് നമ്മുടെ കാർഷിക മേഖലയെ നമ്മൾ ചേർത്ത് പിടിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലുള്ള കർഷകരെ മാത്രമല്ല, ക്ഷീരകർഷകരെ ഉൾപ്പെടെ ക്ഷീരകർഷകരുടെ വലിയൊരു സംഗമം നടത്തുകയും അവർക്ക് ഓണക്കോടി ഉൾപ്പെടെ നൽകിക്കൊണ്ട് അവർക്കുള്ള സബ്സിഡിയുടെ തുക വർദ്ധിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള ഭാവി വികസന പദ്ധതികൾ എന്തൊക്കെയാണ്? നമ്മൾ നിലവിലെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ 19 വാർഡുകളിലും അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി മിററുകൾ നമ്മൾ സ്ഥാപിച്ചു. എല്ലാ ഇടറോഡുകളിൽ നിന്നും ആളുകൾക്ക് വളരെ വേഗത്തിലേക്ക് ആക്സസ് ചെയ്യാവുന്ന രീതിയിലുള്ള മിററുകൾ, അത് എനിക്ക് തോന്നുന്നു ആലപ്പുഴ ജില്ലയിലെ ആദ്യത്തെ പഞ്ചായത്തായിട്ട് നമ്മൾ മാറുകയാണ് ആ മിററുകൾ സ്ഥാപിച്ചത്. ഇനി നിലവിലുള്ള നമ്മൾ സ്ത്രീകൾക്കാകട്ടെ അവർക്ക് ഫിറ്റ്നസിന് മുൻതൂക്കം നൽകിക്കൊണ്ട് നമ്മൾ ഓപ്പൺ ജിംനേഷ്യം, അതുപോലെ തന്നെ നമ്മുടെ ഘടക സ്ഥാപനങ്ങളിൽ ജിംനേഷ്യം ഉൾപ്പെടെ നമ്മൾ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ഈ മാസം തന്നെ നടപ്പിലാകുന്ന കഴിഞ്ഞ സ്പിൽ ഓവറിൽ ഉൾപ്പെടെയുള്ള നമ്മുടെ പ്രോജക്റ്റുകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ യുവജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് സ്പോർട്സ് കിറ്റുകൾ നൽകുക. കുട്ടികൾക്ക് ബാലസൗഹൃദ പഞ്ചായത്തായിട്ടാണ് നമ്മൾ ഈ പഞ്ചായത്തിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ എല്ലാ അംഗനവാടികളിലേക്കും, മുഴുവൻ അംഗനവാടികളിലും TV, AC ഉൾപ്പെടെ അവർക്ക് വേണ്ട എല്ലാ ഇൻഫ്രാസ്ട്രക്ചറുകളും നമ്മൾ ഒരുക്കി കഴിഞ്ഞു. അവരുടെ അടുക്കള ഉപകരണങ്ങൾ മുതൽ അവരുടെ കളിപ്പാട്ടം വരെ, അത് ഫർണിച്ചർ ഉൾപ്പെടെ നമ്മൾ പൂർണ്ണമായിട്ടും എല്ലാ അംഗനവാടികളിലേക്കും എത്തിക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു മഹത്തായ നേട്ടം. തുടർന്ന് നിലവിലെടുത്തിട്ടുള്ള ഈ സാമ്പത്തിക വർഷത്തിൽ നമ്മൾ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഗ്രാമീണ റോഡുകളാകട്ടെ, നിങ്ങൾ ഈ ഒരു ലൈവിൽ നമ്മൾ വരുമ്പോൾ പോലും നിങ്ങൾക്ക് ഇവിടെ വന്ന് കാണാവുന്നതാണ്. നമ്മുടെ ഗ്രാമീണ റോഡുകളുടെ മെയിൻ്റനൻസും നിർമ്മാണവും അതിനോടനുബന്ധിച്ചുള്ള ഓടകൾ ഒക്കെ നമ്മൾ നിലവിൽ നമ്മുടെ തോടുകളുടെ പുനരുദ്ധാരണം ഏറ്റവും അടിസ്ഥാനമായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു മഴ പെയ്താൽ വെള്ളക്കെട്ട് ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത്. അതിന് ആത്യന്തികമായിട്ടുള്ള പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇടത്തോടുകളെല്ലാം ആഴം കൂട്ടി തന്നെ മുന്നിലേക്ക് പോകണമെന്നുള്ള. അപ്പൊ എന്ത് പ്രതിസന്ധി വന്നാലും അത് ജനങ്ങളുടെ, അതായത് നമ്മുടെ ഗ്രാമത്തിലെ മുഴുവൻ ജനങ്ങളുടെ ഒരു പിന്തുണയോട് കൂടി തന്നെയാണ്. നമ്മുടെ വഴി ലൈറ്റുകളാകട്ടെ, ഏകദേശം 42 മിനിമാസ് ലൈറ്റുകൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. അത് മുഴുവനും മെയിൻ്റെനൻസ് ചെയ്യുവാനുള്ള ഫണ്ട് നമ്മൾ വെക്കുകയും മെയിൻ്റെനൻസ് ചെയ്യുകയും മത്സ്യത്തൊഴിലാളികൾക്ക് ഉൾപ്പെടെ സോളാർ ലൈറ്റ് ഉൾപ്പെടെ നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞു. തുടർന്നുള്ള പ്രോജക്റ്റുകളിൽ ഇനി കുറച്ച് മെയിൻ ജംഗ്ഷനിലേക്ക് കുറച്ച് മിനിമാസ് ലൈറ്റുകളും ജംഗ്ഷൻ ലൈറ്റുകളും കൂടി സ്ഥാപിക്കുവാനുണ്ട്. അത് ഇപ്പോൾ നടന്നുകൊണ്ടുവരികയാണ്. ഇത് അതുപോലെ തന്നെ നമ്മൾ മറ്റു മേഖലകൾ എന്ന് പറയുമ്പോൾ ലൈഫിന്റെ ഗുണഭോക്താക്കളുടേതാകട്ടെ, നമുക്ക് ഏകദേശം 770 ഗുണഭോക്താക്കളാണുള്ളത്. അതിൽ 356 ഇപ്പോൾ റണ്ണിങ് ആണ്, അവരുടെ വർക്ക് നടക്കുകയാണ്. ബാക്കിയുള്ളവരെ കൂടി നമ്മൾ എഗ്രിമെന്റ് പ്രോസസ്സിലേക്ക് ചെയ്യിക്കുകയാണ്. അപ്പൊ മുഴുവൻ പൂർത്തീകരണത്തിലേക്ക് എന്നുള്ള രീതിയിലേക്കാണ് നമ്മുടെ പ്രോജക്റ്റ് നടപ്പിലാക്കുന്നത്.
തീർച്ചയായിട്ടും നിരവധി മാതൃകാപരമായിട്ടുള്ള ഭാവി വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് പഞ്ചായത്ത് മുന്നോട്ട് വയ്ക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ ഏതൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നത്? നമുക്ക് വിട്ടുകിട്ടിയിട്ടുള്ള സ്കൂളുകളിലെ ഇൻഫ്രാസ്ട്രക്ചറിനെല്ലാം നമ്മൾ ഓൾറെഡി നമ്മൾ അതെല്ലാം പൂർത്തീകരിച്ചു. ഇനി ഒരു സ്കൂളിന്റെ കഞ്ഞിപ്പുര മാത്രമാണ് നമുക്ക് പൂർത്തീകരിക്കാനുള്ളത്. അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ 10ാം ക്ലാസ് +2 വിജയിച്ച കുട്ടികൾക്കുള്ള തനത് സ്കോളർഷിപ്പ് ഉൾപ്പെടെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ധ്വനി എന്ന പേരിലാണ് നമ്മൾ ആ പ്രോജക്ട് നടപ്പിലാക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പഠിച്ചു നിൽക്കുന്ന ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക്, സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഉൾപ്പെടെ കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മുടെ വൈകിട്ട് PSC കോച്ചിങ്ങുകൾ എല്ലാ വാർഡുകളിലേക്കും വിന്യസിപ്പിക്കുവാനുള്ള പ്രോജക്റ്റ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഈ നടന്നുകൊണ്ട് ഇപ്പോൾ തുടങ്ങുന്ന സമയമാണ്. അതും കൂടി ആകുമ്പോഴത്തേക്കും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കുവാൻ നമുക്ക് സാധിക്കും. തീർച്ചയായിട്ടും എല്ലാ മേഖലയിലും നിരവധി വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് പട്ടണക്കാട് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. സ്ത്രീ ശാക്തീകരണ രംഗത്ത് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ വികസന പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്? നമുക്ക് സ്ത്രീകളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുവാനുള്ള ഒരു വേദി, അല്ലെങ്കിൽ അവരെ ഒന്ന് കേട്ടിരിക്കുവാൻ ആരുമില്ലെന്നുള്ളതാണ്. നമുക്ക് എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും പ്രശ്നങ്ങൾ ഉണ്ടായാലും ഒന്ന് കേൾക്കുവാൻ ആരെങ്കിലും ഉണ്ട് എന്ന് നമ്മൾ പലപ്പോഴും ആഗ്രഹിച്ചു. നമ്മൾ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി അതിനുവേണ്ടി ഒരു ജാഗ്രത സമിതി, വളരെ ശക്തമായിട്ട് ജാഗ്രത സമിതി പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്താണ്. അതിനുവേണ്ടി നമ്മൾ ഒരു കോർഡിനേറ്ററിനെ സെപ്പറേറ്റ് നമ്മൾ സാലറി കൊടുത്തുകൊണ്ട്, റെമ്യൂണറേഷൻ നൽകിക്കൊണ്ട് തന്നെ ഒരു കോർഡിനേറ്റർ വെച്ചുകൊണ്ട് ഓരോ വാർഡിലുമുള്ള സ്ത്രീകൾക്കുള്ള പ്രശ്നങ്ങൾ ആദ്യം പരിഹരിക്കുക എന്നുള്ളതാണ്. അവരെ കേൾക്കുവാൻ ആൾക്കാരുണ്ടാകുന്നത്. അതിനോടനുബന്ധിച്ച് സ്ത്രീകൾക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ പിന്നോക്ക ബാങ്കിൽ നിന്നും ഏറ്റവും കൂടുതൽ ലോണുകൾ അനുവദിച്ചു. അതുപോലെ തന്നെ അവരുടെ സ്വയം തൊഴിൽ സംരംഭങ്ങൾക്ക് സബ്സിഡി നൽകിക്കൊണ്ട്, റിവോൾവിംഗ് ഫണ്ട് നൽകിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നിലവിൽ 10ഓളം ഗ്രൂപ്പുകൾക്കാണ് ഫിഷ് ഡ്രൈയിങ് സോളാർ സംവിധാനം നമ്മൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വരുന്നത്. അവർക്ക് അടുത്ത ദിവസങ്ങളിലായിട്ട് നൽകുകയാണ്. തീർച്ചയായും ആലപ്പുഴ ജില്ലയിലെ പട്ടണക്കാട് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പ്രസിഡന്റ് പങ്കുവച്ചത്. എല്ലാ ഭാവി വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി ശ്രീമതി ജാസ്മിൻ TS.